أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. അസ്സലാമലൈക്കും. കാഴ്ചയില്ലാത്ത സഹോദരങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൂറ്റാണ്ട് മുമ്പ് തന്നെ കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ദീനി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ള പ്രവർത്തകരുണ്ടെങ്കിലും കാഴ്ചയില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി വേണ്ടത്ര ശബ്ദം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് മതസ്ഥരുടെ പുസ്തകങ്ങളെല്ലാം വായിക്കാൻ ഞങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാവുകയും കേരളത്തിൽ അത് സുലഭമാവുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ്റെ വെളിച്ചം കാഴ്ചയില്ലാത്ത സഹോദരങ്ങൾക്ക് എത്തിക്കാൻ എന്താണ് മാർഗമെന്ന് ഞങ്ങൾ ഇരുന്ന് ചിന്തിച്ചു. വർഷങ്ങളോളം തന്നെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംവിധാനം തുടങ്ങേണ്ടി വന്നത്. ഞങ്ങൾ ആദ്യമായി ഞാൻ, മുസ്തഫ മാഷ്, ഗഫൂർ, അമീൻ, മർഹൂൻ റാഷിദ് സാഹിബ് ഉൾപ്പെടെ ഏതാനും ചില വ്യക്തികൾ നിരവധി തവണ കൂടി ആലോചിച്ചു എന്തു ചെയ്യണം. അവസാനം ഞങ്ങൾ തീരുമാനത്തിലെത്തി ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകുക. ആ രൂപം നൽകലാണ് അസ്ബാബ് സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ്. കാഴ്ചയില്ലാത്ത ആൾക്കാർക്ക് ഖുർആൻ്റെ വെളിച്ചം എത്തിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെ ഖുർആൻ കൈകൊണ്ട് ബ്രെയിൽ ലിപിയിൽ എഴുതാനുള്ള വായിക്കാനുള്ള ഒരു സംവിധാനത്തിനാണ് ആദ്യം രൂപം നൽകിയത്. പുളിക്കലെത്തിയപ്പോഴാണ് മർഹൂൻ കുഞ്ഞാപ്പു ഹാജി ഞങ്ങളെ കൈപിടിച്ചു, പറഞ്ഞു എൻ്റെ പീടികൻ്റെ 2 റൂമുണ്ട്, അത് നിങ്ങൾ സൗജന്യമായിട്ട് എടുത്തോളൂ. ആരംഭഘട്ടത്തിൽ തന്നെ മർഹൂൻ വി മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മൾ അഡ്വൈസറി ബോർഡ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ മരണശേഷം പിന്നെ ടി ബഷീർ സാറിനെ ഞങ്ങൾ കാണുകയും അദ്ദേഹം സന്തോഷപൂർവ്വം ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സദർശകത്തിന് അനുഗ്രഹത്താൽ നമ്മൾ ഈ ജിഫി എന്ന സ്ഥാപനത്തിൻ്റെ വേദിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. അന്ധരായ ആളുകൾ, അവരെ നോക്കാനുള്ള ആളുകളുടെ പരിമിതിയും അവരുടെ ചുറ്റുപാടും പ്രയാസങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി അതിന് ചെയ്യാൻ കഴിയുന്ന പരിഹാരം അവരിൽ നിന്നെല്ലാം നമുക്ക് ഉപകാരമായിട്ട് അവർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നതിനെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ എന്തോ ഒരു കാരണവശാൽ എനിക്ക് ആ സ്ഥാപനം ഒന്ന് വിളിക്കൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ആദ്യത്തെ ഇതൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു വീടിന് മുകളിലായിരുന്നു. അത് പോയി കാണാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാം കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്തു. വലിയ മാറ്റം അവിടെ ഉണ്ടായി. അതിലിപ്പോൾ ഞാനതിൽ നിമിത്തുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്നെക്കാളേറെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതിലുണ്ട്. വലിയ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ സാധിച്ചു. അപ്പോൾ അവർക്ക് താമസിക്കാനും പഠിക്കാനും ഉള്ള സൗകര്യങ്ങളായി. പ്രിയപ്പെട്ടവർ, കാഴ്ച പരിമിതർക്ക് വേണ്ടി 2011 പുളിക്കൽ നഗരമായി രൂപീകൃതമായതാണ് ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡ്. കാഴ്ച പരിമിതർക്ക് ഖുർആൻ വെളിച്ചമെത്തിക്കുകയും ബ്രെയിൽ ലിപിയിലെ അറബി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യുകയും ആധുനിക സാങ്കേതിക വിദ്യകൾ അവർക്ക് സ്വായത്തമാക്കുകയും തൊഴിൽ പരിശീലനം നടത്തുകയും എന്നുവേണ്ട അവർക്ക് ആവശ്യമായ പുരോഗതിയുടെ പടവുകൾ താണ്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ജിപ്പി.
2011 പോത്തിക്കോട്ടയിലെ അസബാ നഗറിൽ ഗ്ലോബൽ ഇസ്ലാമിക് ഫൗണ്ടേഷൻ ഫോർ ദി ബ്ലൈൻഡിന്റെ ശിലാസ്ഥാപനം ബഹുമാനായ PA ഇബ്രാഹിം ഹാജി നിർവഹിച്ചു. അന്ന് തന്നെ പുളിക്കൽ വാടക കെട്ടിടത്തിൽ കാഴ്ചപരിമിതർക്കുള്ള കോഴ്സുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാമ്പസിൽ അവർക്കുള്ള കോഴ്സുകളൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് ഹംസ. മലപ്പുറം ജില്ലയിൽ വേങ്ങര ഇരിങ്ങല്ലൂരാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കാഴ്ച ഉണ്ടായിരുന്ന ഒരാളാണ്. 17ാമത്തെ വയസ്സിലെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഞാൻ സ്കൂൾ പഠനം മദ്രസ പഠനമൊക്കെ വളരെ കുറവായിരുന്നു. തൊഴിൽ രംഗത്താണ് ഞാൻ നിന്നത്. അപ്പോൾ ടൈലറിങ് പണി പഠിച്ച് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. കാഴ്ച നഷ്ടപ്പെട്ട ശേഷം വീട്ടിൽ 2 വർഷം വെറുതെ ഇരുന്നു. അതിനുശേഷം കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ പോയിട്ട് കൈത്തൊഴിൽ പഠിച്ച് കസേര മുടയാനും മെഴുകുതി നിർമ്മാണം എല്ലാത്തിനും പഠിച്ച് ആ കസേര മുടയുന്ന വർക്ക് ഞാൻ ഗവൺമെൻറ് ഓഫീസുകൾക്ക് പോയിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് എനിക്ക് ദീനുമായി കൂടുതൽ പഠിക്കണം ആഗ്രഹം, എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ ഒരാളെ സാജു സാർ എന്ന ആളെ കണ്ടുമുട്ടുകയും ഈ ജിഫ്ബി എന്ന സ്ഥാപനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നുകയും ചെയ്തിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ ജിഫ്ബി എന്ന സ്ഥാപനത്തിൽ വന്നു. ബ്രെയിൽ ലിപിയിലൂടെ ഖുർആൻ ഓതുന്ന മറ്റുള്ള പലരും ഓതുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അതിശയമായി തോന്നി. എനിക്കതൊരിക്കലും പഠിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. എന്നാൽ എനിക്ക് ഒരു ഉസ്താദിൻ്റെ ക്ലാസ് കിട്ടിയപ്പോൾ എന്ത് വന്നാലും വേണ്ടില്ല, ഈ ബ്രെയിൽ ലിപി ഞാൻ പഠിച്ചേ അടങ്ങൂ എന്നൊരു തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ പെട്ടെന്ന് ബ്രെയിൽ ലിപി പഠിച്ചു. തജ്വീദോട് കൂടി ഖുർആൻ ഓതാനും അൽഹംദുലില്ലാഹ് ഞാനൊന്ന് പഠിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാൻ ഈ ജിഫ്ബി തന്നെ താൽക്കാലികമായി കുറച്ച് ഖുർആൻ പഠിപ്പിക്കുന്ന ജോലി ചെയ്തു. അതിനുശേഷം അസബാഹ് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ് എന്ന സംഘടനയുടെ പ്രവർത്തകനായി. ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് തന്നെ എന്നെ സംസ്ഥാന അസബാഹ് സൊസൈറ്റി ഫോർ ദ ബ്ലൈൻഡ് മദ്രസകളുടെ മൊത്തം ചുമതല എന്നിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഒരുപാട് കുട്ടികളെ എനിക്ക് ബ്രെയിൽ ലിപിയിലൂടെ ഖുർആൻ പഠിപ്പിക്കാൻ സാധിച്ചു. ഞാൻ ഓഫ്ലൈന് കാസർഗോഡ് അസബാഹിന്റെ മദ്രസ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 12 കുട്ടികളുണ്ട്. ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ വന്നതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ലിപിയിലൂടെ ഖുർആൻ പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെ സാധിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പള്ളികളിലെ തറാവിക്ക് ഹിമാമത്ത് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ വഴി മൊബൈലിലൂടെ വാട്സപ്പിലൂടെയും എല്ലാം ഖുർആൻ എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ജന്മന കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾക്ക് സ്കൂളുകളായിട്ടും അതുപോലെ തന്നെ സർക്കാരിൻ്റെ മറ്റു പല സംവിധാനങ്ങളായിട്ടും അവരെ കൈപിടിക്കാൻ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇടക്കാലത്ത് വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ നിലവിൽ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ജിഫ്ബി